my dear students, how are you? നമുക്ക് ഇന്നൊരു ചെറിയ കഥയിലോട്ട് പോകാല്ലേ? Are you ready? Yes. Today we are going to a new topic, The Brave Dutch Boy. What is the title of the story? The Brave Dutch Boy. ഒരു ധീരനായ ഒരു ആൺകുട്ടിയെ കുറിച്ചിട്ടുള്ള ഒരു കഥയാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോകാം. First one, barriers. Things which separate one thing from another. Things which separate one thing from another. Barriers എന്ന് പറഞ്ഞാൽ എന്താ? തടസ്സം. The spelling of barriers. B-A-R-R-I-E-R-S. Barriers. Number 2, dikes. Stone walls built to hold back water. Stone walls built to hold back water. ഡൈക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കല്ല് കൊണ്ട് കെട്ടിയുണ്ടാക്കുന്ന വലിയ മതിലുകൾക്കാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഡൈക്സ്. ദ സ്പെല്ലിംഗ് ഓഫ് ഡൈക്സ്. D-Y-K-E-S. ഡൈക്സ്. Prevent. To stop something from happening. To stop something from happening. Prevent എന്ന് പറഞ്ഞാൽ എന്താ? പ്രതിരോധിക്കല്ലേ? പ്രതിരോധിക്കുന്നതിനാണ് എന്തെന്ന് പറഞ്ഞത്? Prevent. The spelling of prevent. P-R-E-V-E-N-T. Prevent. Number 4, leaking. Coming out. Coming out. Leak എന്ന് പറഞ്ഞാൽ എന്താ? ചോർച്ച. Spelling of leak. L-E-A-K-I-N-G. Leaking. Number 5, plug. To close a hole. To close a hole. പ്ലഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ ഹോൾസിനെ അടക്കുക അല്ലെ? അടക്കുക. The spelling of plug. P-L-U-G. Plug. Number 6, twig. A small and thin branch of a tree. A small and thin branch of a tree. Twig എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയതോ അല്ലെങ്കിൽ കനം കുറഞ്ഞതോ ആയിട്ടുള്ള മരത്തിന്റെ ബ്രാഞ്ചുകളിലെ ശാഖകള്, അതിനാണ് പറയല് കമ്പ്, ചുള്ളിക്കമ്പ് എന്നൊക്കെ പറയുമല്ലോ അല്ലെ? ബ്രാഞ്ച്, മരത്തിന്റെ ശാഖകൾക്കാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? twig. The spelling of twig. T-W-I-G. twig. Number 8, slid in. Went in. Went in. slid in എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളിലോട്ട് വലിക്കുക അല്ലെ? ഉള്ളിലോട്ട് വലിയുക എന്നാണ് എന്ത് പറഞ്ഞത്? slid അല്ലെ? The spelling of slid. S-L-I-D-I-N. slid in. Longed. wished. wished. longed എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആഗ്രഹിക്കുക അല്ലെങ്കിൽ കൊതിക്കുക എന്നൊക്കെ പറയും. The spelling of longed. L-O-N-G-E-D. longed. Number 9, mason. One who build house using bricks, stone and concrete. One who build house using bricks, stone and concrete. മേസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കൽപ്പണിക്കാരനാണ് എന്തെന്ന് പറഞ്ഞത്? മേസൺ. കൽപ്പണിക്കാരൻ. The spelling of mason. M-A-S-O-N. mason. Last one, groaning. Crying. Crying. groaning എന്ന് പറഞ്ഞാൽ എന്താണ്? ഞെരുക്കം അല്ലെങ്കിൽ കരയുക അല്ലെ? The spelling of groaning. G-R-O-A-N-I-N-G. groaning. ഇനി നമുക്ക് കുറച്ച് ഓപ്പോസിറ്റ്സ് വേർഡ്സ് പഠിച്ചാലോ? Number 1, below. ബിലോന്റെ ഓപ്പോസിറ്റ് എന്താ? എബോ. ബിലോ എന്ന് പറഞ്ഞാൽ എന്താ? താഴെ. എബോ മുകളിൽ. Number 2, helpful. ഹെൽപ്ഫുള്ളിന്റെ ഓപ്പോസിറ്റ് എന്താണ്? യൂസ്ലെസ്. ഹെൽപ്ഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സഹായിക്കുന്നവൻ. അപ്പൊ യൂസ്ലെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉപകാരം ചെയ്യാത്തവൻ അല്ലെ? സഹായിക്കാത്തവനെ നമ്മൾ എന്തെന്ന് പറയല്ലേ? യൂസ്ലെസ്. ഹെൽപ്ഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സഹായിക്കുന്നവൻ. യൂസ്ലെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപകാരമില്ലാത്തവൻ. ഓക്കെ. Number 3, alone. എലോണിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ടുഗദർ. എലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? തനിച്ചില്ലേ? ഒറ്റപ്പെട്ട അവസ്ഥ, തനിച്ച്. ടുഗദർ, ഒരുമിച്ച്. സ്റ്റാർട്ട്. സ്റ്റാർട്ടിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ? സ്റ്റോപ്പ്. സ്റ്റാർട്ട് എന്ന് പറഞ്ഞാല് തുടക്കം, സ്റ്റോപ്പ് അവസാനം. നെക്സ്റ്റ് എന്താണ്? പ്രൈസ്ഡ് അല്ലെ? പ്രൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുകഴ്ത്തുക അല്ലെങ്കിൽ എന്താണ്? അഭിനന്ദിക്കുക അല്ലെ? അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്?
ക്രിട്ടിസൈസ്. എന്താണ് ക്രിട്ടിസൈസ് എന്ന് പറഞ്ഞാല് വിമർശിക്കുക അല്ലെ. പ്രൈസിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? ക്രിട്ടിസൈസ്. പ്രൈസ് എന്ന് പറഞ്ഞാൽ അനുമോദിക്കുക അല്ലെങ്കിൽ അഭിനന്ദിക്കുക അല്ലെ. അപ്പൊ ക്രിട്ടിസൈസ് എന്ന് പറഞ്ഞാൽ എന്താ? വിമർശിക്കുക. നെക്സ്റ്റ് വൺ അഫ്രൈഡ്. അഫ്രൈഡിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ? ബ്രേവ്. അഫ്രൈഡ് എന്ന് പറഞ്ഞാൽ ഭയം, ബ്രേവ് ധീരത. ദെൻ നെക്സ്റ്റ് വേസ്റ്റ്. വേസ്റ്റിന്റെ ഓപ്പോസിറ്റ് എന്താ? കൺസേർവ്. വേസ്റ്റിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ? കൺസേർവ്. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാഴാക്കുക, പാഴാക്കി കളയാന്ന് പറയൂലേ. എന്നാൽ കൺസേർവ് സംരക്ഷിക്കുക. ദെൻ ടയേർഡ്. ടയേർഡിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ? ഫ്രഷ്. ടയേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷീണം. ഫ്രഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉന്മേഷം അല്ലെ. നമ്മൾ എന്താണ്? ഉന്മേഷത്തോടെ എന്നൊക്കെ പറയില്ലേ, അതാണ് ഫ്രഷ്. അപ്പൊ എല്ലാവർക്കും ഓപ്പോസിറ്റ് വേർഡ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. The Netherlands is a country in Europe. Many parts of the country lie below sea level. യൂറോപ്പിലെ ഒരു രാജ്യമാണ് നെതർലാൻഡ്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളും സമുദ്രനിരപ്പിന് താഴെയാണ് അല്ലെ. Barriers called dikes are built to prevent sea water from entering the town. സമുദ്രജലം നഗരത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് വലിയ വലിയ ഡൈക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? നിർമ്മിച്ചിട്ടുണ്ട് അല്ലെ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡൈക്ക്? വലിയ വലിയ കല്ലുകൾ കൊണ്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മതില് നിർമ്മിച്ചിട്ടുണ്ട്. എന്തിനാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്? സമുദ്രത്തിലെ വെള്ളം നമ്മുടെ ടൗണിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തതാണ്? നിർമ്മിച്ചിട്ടുള്ളതാണ്. In a village near Hallam, there lived a small boy called Hans Bringer. He was a very helpful boy. After school, he usually went to see an old man who lived alone. ഹാർലമിനടുത്തുള്ള ഒരു ഗ്രാമത്തില് ഹാൻസ് ബ്രിഗർ എന്നൊരു കൊച്ചുകുട്ടി താമസിച്ചിരുന്നു. ആ കുട്ടിയുടെ പ്രത്യേകത എന്താന്ന് നിങ്ങൾക്കറിയോ? ആ കുട്ടി വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു അല്ലെ. എല്ലാവർക്കും എന്ത് ചെയ്യുന്നു? എല്ലാവരെയും അവന് സഹായിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ അവൻ എന്ത് ചെയ്യും? സ്കൂള് വിട്ട ഉടനെ അവന് ഓടുമായിരുന്നു. ആരുടെ അടുത്തേക്കാണ് അവൻ ഓടുന്നത്? ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വൃദ്ധനുണ്ട് അല്ലെ, അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. ആര്? നമ്മുടെ ഹാൻസ് ബ്രിങ്കർ എന്ന ആ കൊച്ചുമിടുക്കനായിട്ടുള്ള കുട്ടി. One evening, he was walking close to a dike, singing sweetly and passing his hand along the wall. Suddenly, his palm felt wet. അങ്ങനെ നമ്മുടെ ഹാൻസ് ബ്രിങ്കർ എന്ത് ചെയ്യാണ്? വൈകുന്നേര സമയത്ത് നടക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. അങ്ങനെ അവന് നടന്ന് നടന്ന് ഡൈക്കിന്റെ അടുത്തെത്തില്ലേ. അപ്പൊ അവന് ഡൈക്കിന്റെ അവിടെ എത്തിയപ്പോൾ അവൻ എന്ത് ചെയ്തു? നല്ല ഉച്ചത്തില് നല്ല മധുരമായി പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ട് ഡൈക്കിന്റെ ആ മതിലുണ്ടല്ലോ അല്ലെ. ഡൈക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കല്ല് വെച്ചുകൊണ്ട് ഉണ്ടാക്കിയൊരു മതിലാണല്ലേ. അതിലൂടെ അവൻ എന്ത് ചെയ്തു? കൈ തട്ടിക്കൊണ്ട് ഇങ്ങനെ പാട്ട് പാടി നടക്കുകയായിരുന്നു. അപ്പയാണ് പെട്ടെന്ന് എന്ത് ചെയ്തതു? സഡൻലി ഹിസ് palm felt wet. പെട്ടെന്നാണ് അവന്റെ കൈകള് നനഞ്ഞത്. He found that water was leaking through the hole. അപ്പൊ നമ്മുടെ ഹാൻസ് ബ്രിക്കിന് മനസ്സിലായി എന്താണ്? വാട്ടർ ചോരുന്നുണ്ടെന്നല്ലേ, ലീക്കായിട്ടുണ്ട്, ഹോളിലൂടെ ലീക്കായി വരുന്നുണ്ട് വെള്ളം എന്ന് അവനക്ക് മനസ്സിലായി. ഹാൻസ് knew he had to inform the people immediately. അങ്ങനെ നമ്മുടെ ഹാൻസിന് അറിയാമായിരുന്നു എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളം ലീക്ക് ആകുന്നുണ്ട്, പെട്ടെന്ന് ഇത് വേഗം ആളുകളോട് അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് അവന് ഓടാണല്ലേ. He ran up and down the road to tell someone about it. അങ്ങനെ അവന് റോട്ടിലൂടെ മുകളിലോട്ട് ഓടുകയാണ്. ആരെങ്കിലും കണ്ടാൽ ഇത് പറയാമെന്ന് വെപ്രാളത്തിലോടാണ്. But he could not see anyone. പക്ഷെ അവൻ ആരെയും കണ്ടില്ല. He was worried and afraid. അവൻ ആകെ പേടിച്ചു പരിഭ്രാന്തനായി. കാരണം അവൻ ആരും കാണില്ല. കാരണം എന്താണ്? കടലിലെ വെള്ളാണല്ലോ അല്ലെ ഈ ലീക്കായി വരുന്നത്. He ran back to see the leak. അവന് വീണ്ടും എന്ത് ചെയ്തു? ലീക്കായ ഡൈക്കിന്റെ അടുത്തേക്ക് വന്നുല്ലേ. അപ്പൊ എന്താ അവൻ കണ്ടത്? Now the hole had become slightly bigger. ആ ഹോള്, ആ ദ്വാരം എന്ത് ചെയ്തിട്ടുണ്ട്? നല്ല വലുതായി വന്നിട്ടുണ്ട് എന്നാണ് പറയണത്. He could not waste any more time. അങ്ങനെ നമ്മുടെ ഹാൻസ് കൂടുതൽ സമയമൊന്നും പാഴാക്കാൻ നിന്നില്ല. He tried to find something with which he could plug to hole. അങ്ങനെ അവൻ എന്ത് ചെയ്തു? ദ്വാരം പ്ലഗ് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും കണ്ടെത്താൻ അവൻ ശ്രമിച്ചു. What do you mean by plug? Yes, ഹോൾസ് അടക്കാൻ വേണ്ടിയിട്ടില്ലേ. He could not find anything. അവന് ഒന്നും കണ്ടെത്താനായില്ല. He tried to plug the leak with a twig from a tree.
അങ്ങനെ അവൻ ഒരു മരത്തിൽ നിന്നൊരു ചില്ല ഉപയോഗിച്ച് ചോർച്ച അടക്കാൻ വേണ്ടിയിട്ട് അവൻ ശ്രമിച്ചു. ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് സ്റ്റോപ്പ് ദ ലീക്ക്. പക്ഷേ അത് പ്രയോജനം ഉണ്ടായോ? ഇല്ലല്ലേ. പക്ഷെ അതെന്ത് ചെയ്തു? ഒരു പ്രയോജനം ഉണ്ടായില്ല. ലീക്ക് ചോർന്നുകൊണ്ടിരിക്കുകയാണ്. ആ മരത്തിന്റെ ചില്ല വെച്ചിട്ടൊന്നും എന്ത് ചെയ്തില്ല, അടക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയണത്. ദ ഫിംഗർ സ്ലിഡ് ഇൻ വെരി ഈസിലി. അങ്ങനെ അവൻ എന്ത് ചെയ്തു? അവന്റെ ചെറുവിരല് ഹോൾസിലിട്ടു. സിൻസ് വാട്ടർ വാസ് സ്റ്റിൽ ലീക്കിംഗ്. ശക്തമായിട്ടുള്ള വെള്ളത്തിന്റെ വരവ് കാരണം അവന്റെ ചെറുവിരൽ എന്ത് ചെയ്തു? തെറിച്ചു വീണു. എന്ത് ചെയ്തു? ആ ചെറുവിരൽ കൊണ്ടൊന്നും ചോർച്ച നിന്നില്ലല്ലേ. ഹി ടൈഡ് ഹിസ് ഇൻഡെക്സ് ഫിംഗർ. അങ്ങനെ അവൻ എന്ത് ചെയ്തു? അവന്റെ ചൂണ്ടുവിരല് പരീക്ഷിച്ചു. ഇറ്റ് വാസ് ദ എക്സാക്ട് സൈസ് ഓഫ് ദ ഹോൾ. ആ ചൂണ്ടുവിരല് ആ വരുന്ന ദ്വാരത്തിന് എന്തായിരുന്നു? ഈക്വൽ ആയിരുന്നു അല്ലേ. എന്തായിരുന്നു? കൃത്യമായിട്ടുള്ള വലുപ്പായിരുന്നു അല്ലേ. ദ ലീക്ക് സ്റ്റോപ്പ്ഡ് കംപ്ലീറ്റ്ലി. അങ്ങനെ എന്ത് ചെയ്തു? ചോർച്ച പൂർണ്ണമായും നിലച്ചു. ആദ്യം ചെറുവിരലിട്ടില്ലേ, പക്ഷെ എന്ത് ചെയ്തു? ശക്തിയായിട്ടുള്ള വെള്ളം കാരണം എന്ത് ചെയ്തു? ആ ചെറുവിരലൊക്കെ തെറിച്ചു വീണു. പിന്നെയാണ് അവൻ എന്ത് ചെയ്തത്? ആ ഹോൾസിലേക്ക് അവന്റെ ചൂണ്ടുവിരൽ ഇട്ടു നോക്കിയത്. അപ്പൊ എന്ത് ചെയ്തു? പൂർണ്ണമായും വെള്ളം നിലച്ചു. He was very happy that the leak had stopped. അങ്ങനെ നമ്മുടെ ഹാൻസ് വളരെയധികം സന്തുഷ്ടനായിരുന്നു. കാരണം എന്താ? ചോർച്ച അവന് നിർത്തിയതിൽ അവന് ഭയങ്കര സന്തോഷായി. He started singing again. അവന് വീണ്ടും പാട്ടുപാടാൻ തുടങ്ങി. But he could not sing for a long time. പക്ഷെങ്കിൽ എന്താന്നറിയോ? അവന് ഒരുപാട് സമയമൊന്നും പാടാൻ കഴിഞ്ഞില്ല. ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക്. ഭയങ്കരായിട്ട് ഇരുട്ടായി തുടങ്ങിയിരിക്കുന്നു ആ സമയത്ത്. ഹെൻസ് വാസ് ഹംഗ്രി ആൻഡ് ടയേർഡ്. ഹെൻസിന് ഭയങ്കര വിശപ്പും അതുപോലെ ഭയങ്കര ക്ഷീണമാണല്ലേ. പാവാണല്ലേ ഹെൻസ്. അവന്റെ അവസ്ഥ നോക്കിയേ. അവന് ഭയങ്കര വിശപ്പുണ്ട്, അതുപോലെ നല്ലോണം ക്ഷീണിതനായിട്ടുണ്ട്. ദ കോൾഡ് മേഡ് ഹിം ഷിവർ. അത് മാത്രമല്ല നന്നായിട്ട് തണുപ്പുണ്ടല്ലേ, അതുകൊണ്ട് അവൻ വിറച്ചും കൊണ്ടിരിക്കുകയാണ്. He thought his mother would send someone to search for him. അങ്ങനെ അവന് തിങ്ക് ചെയ്യാണല്ലേ, തന്നെ അന്വേഷിക്കാന് അമ്മ ആരെങ്കിലും അയക്കുമെന്ന് അവൻ കരുതി. His mother did not know what her brave son was doing. ധീരനായ മകൻ എന്താണ് ചെയ്യുന്നതെന്ന് അവന്റെ അമ്മക്ക് അറിയില്ലായിരുന്നു അല്ലേ. ഇറ്റ് ബിക്കെയിം കോൾഡർ ആൻഡ് കോൾഡർ. വളരെ തണുപ്പായിരുന്നു. ഹാൻസ് ലോങ്ഡ് ഫോർ ദ വാം ബ്ലാങ്കറ്റ്സ് അറ്റ് ഹോം. ഹാൻസ് കൊതിക്കുമായിരുന്നു അല്ലേ, വീട്ടിലെ ആ ബ്ലാങ്കറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചൂട് കൊള്ളാമായിരുന്നു എന്ന് അവൻ എന്ത് ചെയ്യാണ്? അവൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. ബട്ട് ഹി ന്യൂ ഹി കുഡ് നോട്ട് ഗോ ഹോം. എന്നാൽ വീട്ടിൽ പോകാൻ പറ്റില്ലെന്ന് അവന് അറിയാമായിരുന്നു. If he removed his finger from the hole, water would start leaking again. ഹോളിൽ നിന്ന് അവന്റെ ചൂണ്ടുവിരൽ എടുത്താൽ എന്ത് ചെയ്യും? വെള്ളം വീണ്ടും വീണ്ടും ഒഴുകാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മുടെ ഹാൻഡ്സിന് എന്ത് ചെയ്യാണ്? അവന്റെ ചൂണ്ടുവിരൽ ആ ഹോൾസിൽ വെച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. He sat there the whole night. It was cold and he was hungry and in pain. അങ്ങനെ അവന് രാത്രി മുഴുവനും അവിടെ കിടന്നു. അവൻ നന്നായിട്ട് വിശക്കണുണ്ട്, അതുപോലെ നല്ല തണുപ്പാണല്ലേ. നല്ല വിശപ്പും കൂടാതെ നല്ലോണം തണുത്ത് വിറച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഹോൾസിൽ അവന്റെ ചൂണ്ടുവിരൽ ഇങ്ങനെ വെച്ചത് കൊണ്ട് അവനക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നന്നായിട്ട് വേദനയും ഉണ്ടായിരുന്നു. Early the next morning, a priest and a mason came that way. പിറ്റേന്ന് അതിരാവിലെ ഒരു പുരോഹിതനും കൽപ്പണിക്കാരനും ആ വഴി വന്നു. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മേസൺ? മേസൺ എന്ന് പറഞ്ഞാൽ ആരാണ്? കൽപ്പണിക്കാരനല്ലേ, അല്ലെങ്കിൽ കൊത്തുപണിക്കാരൻ എന്നൊക്കെ പറയും. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് പ്രീസ്റ്റ്? നമ്മള് പള്ളിയിലെ അച്ഛന്മാരെയാണ് നമ്മൾ എന്തെന്ന് പറയല്? പ്രീസ്റ്റ് അല്ലെ. ക്രിസ്ത്യൻസിന്റെ പള്ളിയിലൊക്കെ ഉണ്ടാവില്ലേ അച്ഛന്മാര്, അവരെയാണ് നമ്മൾ എന്തെന്ന് പറയണത്? പ്രീസ്റ്റ്. They saw hands groaning in pain. അങ്ങനെ ഹാൻസ് വേദനയോടെ ഞെരുങ്ങുന്നത് അവർ കണ്ടു. The mason plugged the hole. ആ കൽപ്പണിക്കാരൻ എന്ത് ചെയ്തു? ആ ഹോള് അടച്ചു. പ്ലഗ് ചെയ്യുന്ന പറഞ്ഞാൽ അടച്ചു. While the priest took hands home. ഹാൻസിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആരാ കൊണ്ടുപോയത്? പുരോഹിതന് ഹാൻസിനെ വീട്ടിലോട്ട് കൊണ്ടുപോയി. Everyone in the village praised the brave boy.
അങ്ങനെ ആ ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും എന്ത് ചെയ്തു? നമ്മുടെ ഹാൻസിനെ പുകയത്തിലെ ധീരനായ ആൺകുട്ടി എന്ന് പറഞ്ഞ് പ്രശംസിച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റോറി. അപ്പൊ എല്ലാവർക്കും ഇഷ്ടായോ? നമ്മുടെ ഹാൻസ് ആരായിരുന്നു? ഒരു ധീരനായ ഒരു ആൺകുട്ടിയായിരുന്നു അല്ലെ? ഒരുപാട് വേദനയും കഷ്ടപ്പാടും വിശപ്പും എല്ലാം സഹിച്ച് അവൻ എന്ത് ചെയ്തു? അവന് ആ വാട്ടർ ടൗണിലേക്ക് വരുന്നത് അവൻ എന്ത് ചെയ്തു? സംരക്ഷിച്ചു അല്ലെ? അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാരും എന്ത് ചെയ്തു? നമ്മുടെ ഹാൻസിനെ പ്രശംസിച്ചു, പുകഴ്ത്തി. ഓക്കെ. അപ്പൊ ഓക്കെ.